അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ഡേ മൈ ലൈഫായിട്ട് വന്നിനാവാ. ഇത് പൊട്ടിക്കാൻ ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടാവില്ല. അങ്ങനെ ഇത് ഞാനൊരു പാർസൽ മേടിക്കുമ്പോൾ അതിലുണ്ടായൊരു സാധനമാവാം. കുറേ സമയം പൊട്ടിച്ചിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു കമൻറ്റ് കാണി നിങ്ങളപ്പോൾ ഒരു എത്ര സോഫ ഉണ്ട്, സോഫൻ്റെ ഇത് ഫോട്ടോസ് എല്ലാം കാണിക്കുമെന്ന്. അങ്ങനെ എൻ്റെ പുരയിൽ കുറേ സോഫ ഉണ്ടാവുക. ഇത് പുരൊടിക്കും വാങ്ങിയ സോഫ, പക്ഷേ ഇതെല്ലാം എൻ്റെ മാപ്പിൻ്റെ ഡെക്കറേഷൻ്റെ സോഫ. പുരയിൽ സോഫ ആയിട്ട് ഇപ്പോൾ കാലിടാൻ സ്ഥലമില്ല എന്നല്ല പറയുന്നില്ലേ. ഇതൊരു വൈറ്റ് സോപ്പ അതിലേക്കും പൊതിപ്പിച്ചിട്ട് കിടത്തിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ എണിച്ചിട്ട് പുള്ളമാറ മദ്രസിലേക്ക് അയച്ചിട്ട് പത്തലിനും കറീൻ്റെ എല്ലാം പണിക്ക് പോയി. പയർ കറിയും പത്തലും ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുറച്ച് ഫോണും നോക്കിയിട്ട് ഇരുന്നിട്ടായിട്ട് ബെഡ്റൂമും ഉള്ളെല്ലാം ക്ലീൻ ആക്കിയിട്ട് അടിച്ച് തോർത്താനെല്ലാം പോയി. ഇത് നമുക്ക് ബെഡ് പിരിക്കുമ്പോൾ ഇതിൻ്റെ അടിക്കൊന്നും പിരിക്കണില്ല. അങ്ങനെ ബെഡ്ഷീറ്റ് നിൽക്കലേ ഇല്ല. പിന്നെ 2-3 ആൾ കമൻ്റ് ആക്കിന് ഇപ്പോൾ ക്ലാസ്സിന് പോലെ ക്ലാസ്സിൻ്റെ അടുത്ത് വീഡിയോസ് ചെയ്യലില്ലേന്ന്. ഇപ്പോൾ ക്ലാസ്സിന് പോയിട്ടാ, കാരണം അത് ഫ്രഷേഴ്സ് ഡേയിൽ ഇപ്പോൾ പുതിയ പിള്ളമാർ വരുന്നല്ലേ. കഴിഞ്ഞോളത്തെ പിള്ളമാരെല്ലാം തീർന്നേ. ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് കൂടിയുണ്ട്. ഇപ്പോൾ മാം പറഞ്ഞു ഇനി ഫസ്റ്റത്തെ ഇനി വരുന്ന ബാച്ചിലേക്ക് തന്നെ വന്നങ്കായി എന്ന് പറഞ്ഞിട്ട് ഇത് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ മറ്റന്നാൾ 12-നെന്തോ തുടങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്നെ പുതുതായിട്ട് പോകാനായിട്ട് എത്ര പോകുന്നറിയാല, കാരണം ഇനി പരിപാടി ഇതെല്ലാം ആയില്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ കണ്ടിന്യൂസ് പോകണമെന്ന് തന്നെയുണ്ട്. ചാലഞ്ച് വീഡിയോ വേണമെന്ന് 1-2 ആൾ പറഞ്ഞിനെ. ഇത് അപ്പോൾ എല്ലാവരും പറയാത്തതുകൊണ്ട് വേണ്ടാന്നാന്ന് വെച്ച് ഞാൻ. പിന്നെ വിചാരിച്ചാൽ ആ 2 ആൾക്കും ഒരു നോക്കാൻ ആസ ഉണ്ടാവില്ല. എന്നിട്ട് തുടങ്ങണ്ടാന്നേ രണ്ട് മുട്ടിലുണ്ട് ഇത്. അപ്പോൾ അങ്ങനത്തെ സംഗതി നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ടെങ്കല്ല അപ്പോൾ നമുക്കൊരു നോക്കാനൊരു ഇൻട്രസ്റ്റ് ആവും. നിങ്ങൾ വിചാരിക്കും ഓളെന്താ പഠിക്കുമ്പോൾ ഒരു ഡ്രസ്സ് തോർത്തുമ്പോൾ ഒരു ഡ്രസ്സെന്ന്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായി. ഇപ്പോൾ BA ഇട്ട ഡ്രസ്സിൻ്റെ മുകളിലേക്ക് തന്നെ വേറെ ഒരു ഡ്രസ്സ് ഇട്ടാവേ. പിന്നെ അതിൽ തന്നെ പണിയെടുക്കാമെന്ന് വിചാരിച്ചു. 1 മണിക്കൂറുള്ള പണി. പക്ഷെ ഞാൻ ഈ മുട്ടിയിട്ട് ഫോൺ ഇടയിൽ നോക്കിയിട്ട് പണിയാകുമ്പോൾ ഏകദേശം 1 മണി 12 മണി 1 മണിയെല്ലാം. പുള്ളമാർ പോയിട്ടാകുമ്പോൾ തന്നെ തുടങ്ങിയെങ്കിൽ 10 മണിക്ക് തീരേണ്ട പണി. പക്ഷേ മുട്ടിയിട്ട് അതിലേക്ക് മുട്ടിയിട്ട് ആരെങ്കിലും വന്നെങ്കിൽ മുണ്ടിട്ടാകുമ്പോൾ സമയം പോകുന്നത് അറിയുന്ന. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ പിരിസപ്പെട്ട് നമുക്കൊരു സാധനം ഉണ്ടാകും നമ്മളെ ഫേവറേറ്റ് എന്നല്ല. അങ്ങനെ തന്നെ ഫേവറേറ്റ് ഐറ്റംസാണ് എൻ്റെ ഈ വേസ്റ്റ് ബോക്സ്. എത്ര പോയതങ്ങൾക്ക് ഇതിനൊരു ചാടാൻ മനസ്സിലായില്ല. അങ്ങനെ ഇതെൻ്റെ പൊട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതിനൊന്ന് മേക്കവർ അതിനെ മറ്റേ ഗമ്മല വെച്ചിട്ട് ഒട്ടിക്കുക എന്നിട്ട് അതിനെടുത്തുകൊണ്ട് വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെന്നല്ലേ പറയുന്നില്ലേ. അങ്ങനത്തെ അതിലൊരു പെട്ടൊരു സാധനമാണ് ഇത്. പൊട്ടിട്ടാകുമ്പോൾ ഭയങ്കര ബേജാറായിപ്പോയി. അങ്ങനെ അതിനെ ഗമ്മലിട്ടിട്ട് ഒട്ടിച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ട്. വേറെ തല്ലേ ഇപ്പോൾ നമ്മളൊന്നും പൊട്ടുന്നില്ല. പക്ഷെ അതെന്ത് പൊട്ടിയിട്ട് നമുക്ക് എത്ര ബേജാറായിട്ടാണ്. പക്ഷേ ഇത് പൊട്ടിയിട്ട് നമുക്ക് നല്ല ബേജാറായിന്. അങ്ങനെ പിന്നെ കുറേ നനക്കാണ്ടായി. നല്ല വെയിലുണ്ടായി. അപ്പോൾ വലിയ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും എല്ലാം എടുത്തിട്ട് മെഷീനിലിട്ട് ഉണങ്ങിക്കോട്ടെ. എന്നിട്ട് ഇപ്പോൾ എത്ര ഉണങ്ങിയെങ്കിൽ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ലല്ലോ. നമ്മളെ പുറത്തിട്ടിട്ട് ആ വെയിൽ കൊണ്ട് ഉണങ്ങിയ പോലെ ആകുന്നില്ല. നമ്മൾ ഉള്ളിലിട്ടിട്ട് എത്ര ഉണക്കിയിട്ട് പോലത്തെ പണി തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്കും വേണ്ട എനർജി അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ല ഞാൻ ആയുഷ് നാച്ചുറൽ ഹെൽത്ത് കെയറിൻ്റെ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഇത് ഓർഡർ ആക്കിയിട്ടുണ്ടായി. നമ്മളെ പ്രോട്ടീൻ പൗഡറിൽ എല്ലാം മിക്സ് ഹെൽത്ത് ഇതെല്ലാം ഇട്ടത്, നട്ട്സെല്ലാം ഇട്ടത്, അതൊന്നും ഓർഡർ ആക്കിയിട്ടുണ്ടായി. ഞാനിപ്പോൾ അധികം എൻ്റെ പിള്ളേർക്കും ഞാൻ ഏങ്ക തന്നെയല്ല കുടിക്കുന്നത്. ഇപ്പം മങ്ങലെല്ലാം ആയില്ല. ശരീരം ഒന്ന് പിഷ്ടിക്കെട്ടുന്നിട്ട് ഓറന്നെ മഞ്ഞലേഹം എന്നിട്ടുണ്ട്. നമ്മളെ കസറോട്ടാറ് നമ്മളെ സ്വന്തം പെറ്റോറം വരുന്നില്ലേ, അതാവേ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഞാനിതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് അത് പാലിട്ടിട്ട് 1 സ്പൂൺ കുടിച്ചിട്ടാകുമ്പോൾ വേറെ തന്നെ ഒരു എനർജി വരുന്നത്. തടിയില്ലാത്തവർക്ക് തടിയെല്ലാം ചിലാവാനും ബെസ്റ്റ്